PK ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വടവന്നൂരുള്ള പൊക്കുന്നി ശിവക്ഷേത്രത്തിലാണ്. കുളത്തിൻ്റെ നടുക്കുള്ള ഒരു ക്ഷേത്രമാണ്. കൊല്ലങ്കോട്ട് നിന്ന് വരുമ്പോൾ തലച്ചി എന്നൊരു അമ്പലമുണ്ട് വടവന്നൂർ ജംഗ്ഷനിൽ. അതിൻ്റെ സൈഡിലൂടെ പോകുന്ന റോട്ടിലൂടെ പോയാലാണ് പൊക്കുന്നി ശിവക്ഷേത്രം ഉള്ളത്. ഇതാണ് പൊക്കുന്നി ശിവക്ഷേത്രം. പക്ഷേ നമ്മൾ ഇന്ന് വന്നത് കുറച്ച് വൈകിട്ടാണ്. 9:30 വരെ ഇവിടെ നട തുറക്കുള്ളൂ. ഞങ്ങൾ വന്ന സമയം 10 മണിയായി. അതുകൊണ്ട് തന്നെ നട അടച്ചിരിക്കുകയാണ്. എങ്കിലും നമ്മൾക്ക് അതിനകത്തൊക്കെ പോയിട്ട് എന്താ പറയുക, തൊഴുതാൻ പറ്റും നട അടച്ചാലും. പക്ഷേ ഉള്ളിലൊന്നും വീഡിയോ എടുക്കാൻ അനുവാദമില്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറമേ നിന്ന് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അമ്മ എവിടെ? നല്ല സ്ഥലം, നല്ലൊരു പ്രകൃതി ക്ഷേത്രം തന്നെയാണ് ഈ ശിവക്ഷേത്രം. കുളത്തിൻ്റെ നടുക്കായിട്ടാണ് പ്രതിഷ്ഠയുള്ളത്. ചുറ്റും പാടവും അതിന് നടുക്കൊരു കുളവും കുളത്തിൻ്റെ നടുക്കൊരു ശിവക്ഷേത്രവും. ശരിക്കും പ്രകൃതി കനിഞ്ഞു നൽകിയ ക്ഷേത്രം പോലെ തന്നെ ഉണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്. അവിടെ പോയപ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജി പോലെ തോന്നി. എൻ്റെ വീട് കൊല്ലങ്കോടാണെങ്കിലും ഇത്രയും നാളും ഇങ്ങനെ ഒരു ശിവക്ഷേത്രം ഉള്ളത് എനിക്കറിയില്ല. ഏട്ടനൊരു ഓട്ടം വന്നത് കൊണ്ടാണ് ഈ ക്ഷേത്രം തന്നെ ഞങ്ങൾക്ക് അറിയാൻ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഞാനും വരുന്നത്. പക്ഷെ വന്ന സമയം നട അടച്ചു, തൊഴാനും പറ്റിയില്ല. ഇനി ഒരു ദിവസം ഞങ്ങൾ വന്ന് തൊഴുതായിരിക്കും. പക്ഷെ എന്തായാലും വന്നതല്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അമ്പലം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് തന്നെ. ഇവിടെ വലിയൊരു ആൽമരമുണ്ട്. ആ ആൽമരത്തിന് ചുറ്റിലും ഒന്നും വേസ്റ്റൊന്നും ഇടാൻ പാടില്ല. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ആൽമരം. എന്തായാലും ഈ ചൂട് സമയത്ത് നല്ല കൂളിംഗ് ആയ ഒരു ആല്. അത്യാവശ്യം കുളത്തിൻ്റെ മുകളിലായിട്ട് നല്ല വലിയ ആല്. അതുപോലെ തന്നെ അവിടെ നോക്കട്ടെ, മൊത്തം ഇങ്ങനെ പാടം വയലിങ്ങനെ പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം. ശരിക്കും നല്ല കൂളിംഗ് ആയൊരു സ്ഥലം. അമ്പലത്തിൽ തൊഴാൻ വന്ന ആൾക്കാരാണല്ലേ. കുളത്തിൻ്റെ നടുക്കായിട്ടാണ് അമ്പലം. ഇപ്പോൾ തന്നെ കുളത്തിൻ്റെ കറക്റ്റ് ലെവൽ വരെ എത്താണ്ട്. ഈ വേനൽ സമയത്ത് നല്ല മഴ സമയത്ത് അമ്പലത്തിനകത്ത് വെള്ളം കയറുമെന്ന് തോന്നുന്നു. നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഞങ്ങൾ അമ്പലത്തിൽ വരുമ്പോഴേക്കും നട അടച്ചു. പക്ഷേ കണ്ടാൽ തന്നെ നമുക്കറിയാം. പിന്നെ നമ്മൾ കൽപ്പാത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ശിവക്ഷേത്രത്തിനെ കുറിച്ച് നന്നായി അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ശിവനും പാർവതിയും കൂടിയുള്ള പ്രതിഷ്ഠയാണോ എന്നറിയില്ല. ഫ്രണ്ടിൽ വലിയൊരു ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ശിവൻ പാർവതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ ഇനി ഒരു ദിവസം വന്നാൽ മാത്രമേ കാണാൻ പറ്റൂ. ഇത് അടുത്ത വിഷുവിന് ആകണമെന്നതാണെന്ന് തോന്നണമെന്നില്ലേ, അല്ലെങ്കിൽ ഓണത്തിനായിരിക്കും. പക്ഷേ എന്തായാലും വിളഞ്ഞ് നിൽക്കുന്ന നെൽപ്പാടമാണ്. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇതുപോലെ ഈ നെല്ലിങ്ങനെ പകുതി വിളയുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പുട്ടിളി പറയും. ആ സാധനം ഇങ്ങനെ പറിച്ചൊക്കെ തിന്നിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. കുറേ നാളുകൾക്ക് ശേഷം ഈ പാടത്തിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ടൗണിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഈ പാടം ഒന്നും കാണാൻ കിട്ടില്ല. ഞങ്ങളെ പോലെ തന്നെ കുറച്ച് വൈകി വന്ന ആൾക്കാർ വെളിയിൽ നിന്ന് തൊഴുതുന്നുണ്ട്. പക്ഷേ വീഡിയോ എടുക്കാൻ എന്തായാലും അകത്ത് പോയിട്ട് പറ്റില്ല. അപ്പോൾ നമുക്കിവിടെ നിന്ന് നന്നായിട്ട് വീഡിയോ കിട്ടുന്നുണ്ട്. നമുക്കിനി അടുത്ത പ്രാവശ്യം വന്ന് നന്നായിട്ട് തൊഴുതാം. കുളത്തിൻ്റെ നടുക്കായിട്ട് ഒരു നാഗത്തിൻ്റെ വിഗ്രഹവും അമ്പലത്തിൽ നോക്കിയിരിക്കുന്ന ഒരു ശിവന്റെ വിഗ്രഹവും, ശിവൻ തപസ് ചെയ്യണ പോലെ ഒരു വിഗ്രഹവും കൂടെ വെച്ചിട്ടുണ്ട്. മമ്മി
മമ്മിയുണ്ട്, വാ നടക്ക്. നടക്ക്, അവിടെ ഉണ്ട് മമ്മി. അതാണ് അമ്പലക്കൂടത്ത് നല്ല വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ കുളിച്ച് കയറുന്നവർക്ക് ഡ്രസ്സ് മാറാനായിട്ട് നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇതൊന്നും ബോറടിച്ച് തോന്നുന്നുണ്ട്. നിങ്ങൾ ഈ അമ്പലത്തിൽ നേരത്തെ വന്നിട്ടില്ലേ? നിങ്ങൾ പ്രതീക്ഷയൊക്കെ കണ്ടതല്ലേ? ഞാൻ ഈ അമ്പലത്തിന്റെ ഇവിടെ വന്നിട്ട് പ്രതീക്ഷ കണ്ടില്ല. അന്ന് വന്നിട്ട് കണ്ടില്ലേ? അമ്പലത്തിൽ ഇതുവരെ വന്നിട്ടേ ഇല്ല. ഞാൻ അമ്പലത്തിന്റെ അവിടെ ഫ്രണ്ടിൽ വന്നിട്ട് വണ്ടി നിർത്തി. ഇവര് സാധാരണ എല്ലാ അമ്പലത്തേക്ക് പോവുമല്ലേ, അപ്പൊ അതുപോലെ ഒരു അമ്പലമാണെന്ന് പറഞ്ഞിട്ട് ഞാനും ശ്രദ്ധിച്ചില്ല. എന്നിട്ട് എന്താ ബാബു അമ്പലത്തേക്ക് വരാത്തത് പറഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ രാത്രിയായി, 7 മണിയൊക്കെ ആയി. അപ്പോൾ വന്നിട്ട് ഫുള്ളായിട്ട് കാണാൻ പറ്റിയില്ല. ഇതെവിടെയാണ് നോക്കുന്ന സമയത്ത് കൊല്ലംകോട് പട്ടത്തലച്ചിന്ന് റൈറ്റ് എടുത്ത് നേരെ വന്ന് പറഞ്ഞിട്ട് ഇവിടെ പൂക്കുന്നി അമ്പലം എന്നാണ് അമ്പലത്തിൻ്റെ പേര്. അപ്പം ഈ ശരി നിന്നെ കൊണ്ട് ചോദിച്ചാൽ എനിക്ക് എല്ലാം അറിയും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്കും അറിയില്ല, അമ്മയ്ക്കും അറിയില്ല എന്ന് പറയുമ്പോൾ കൊല്ലംകോട്ടുകാരിക്കും അറിയില്ല എന്ന് പറയുമ്പോൾ കൊല്ലംകോട്ടുകാർക്ക് അല്ല, നിങ്ങൾ അന്ന് വന്നിട്ട് തൊഴുതില്ലേ? ഞാൻ അവിടെ വെയിറ്റിംഗ്, അവിടെ ഓട്ടോ അമ്പലത്തിൽ വന്നിട്ട് പോയപ്പോൾ എനിക്ക് പിന്നെ ഒരുപാട് പിന്നെ ഈ സാധാരണ അമ്പലം എന്നാണ് വിചാരിച്ചത്. കണ്ടാ ഞങ്ങളുടെ നാട് കണ്ട കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു സ്ഥലത്ത് വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയത്. അമ്പലം നല്ല സെറ്റപ്പ് അമ്പലമാണ്. എല്ലാവരും പൊക്കുന്നം ശിവക്ഷേത്രം, പൊക്കുന്നല്ല പൊക്കുന്നി, പൊക്കുന്നിയാണ്. അപ്പോഴും ഡൗട്ട് ആരുടെ ചോദിക്കുന്നത് 2 പ്രാവശ്യം വന്നാണ്. നിങ്ങൾ വന്നു, അവനെ നന്നായി അറിയും പറഞ്ഞു. അവൻ നേരത്തെ ഉള്ളിലേ തോന്നി നിങ്ങൾ വിഗ്രഹം തന്നെ അറിയാത്ത ആള്. പിന്നെ നിങ്ങൾ അമ്പലത്തിന്റെ പേര് പൊക്കുന്നി ശിവക്ഷേത്രം, അതാണ് വടവന്നൂരുള്ള പൊക്കുന്നി ശിവക്ഷേത്രം. അപ്പൊ അതാണ് സംഭവം. അപ്പൊ എല്ലാവരിനെ കൊണ്ടും വരാൻ പറയും. പറ്റുന്നവരെല്ലാം വന്ന് കാണുക. കാരണം നമ്മൾ എന്താ പറയുക, ഈ ഒരു പ്രത്യേക തരമുള്ള ഒരു ക്ഷേത്രം. കാരണം കുളത്തിൻ്റെ നടുക്കായിട്ടാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത് തന്നെ. അപ്പോൾ എന്തുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, നമ്മൾ നട തുറന്നിട്ടല്ലേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ഉള്ളിൽ കയറി അവിടേക്ക് ഇരിക്കുകയൊക്കെ ചെയ്തു. നല്ല ഫീൽ, സത്യം പറയാലോ. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫീലായിരിക്കും മനസ്സിലാകുന്നുണ്ട്. കാരണം സ്ഥലവും എല്ലാം കൊണ്ടും നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും എല്ലാവരും വരാൻ നോക്കുക. ഈ പാലക്കാടിനുള്ളിലുള്ളവർ ഇത്രയും കാലം കൊല്ലംകോട് ഇരുന്നിട്ട് ഞങ്ങളെ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനി ഒരു ദിവസം വന്നിട്ട് വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് ഒരു ദിവസം വരണം. ഇപ്പോഴും ഞങ്ങൾ വ്യക്തമായിട്ട് കാണാൻ തന്നെ വന്നത്. പക്ഷേ നമ്മൾ വന്നത് സമയം വൈകി. പക്ഷെ ഇന്ന് ആയില്യമായിരുന്നു. എന്നിട്ട് കൂടി നമ്മൾ കുറച്ച് വൈകി, 9:30 വരെ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ 10 മണി വരെ ഉണ്ടായിരുന്നു. നമ്മൾ വന്ന സമയം 10 മണി ആയി. അതുകൊണ്ടാണ് കാണാൻ പറ്റാണ്ടിരുന്നത്. പിന്നെ എല്ലാം ഒരു വിദ്യയാണല്ലോ. ചിലപ്പോൾ ഇനിയും വന്നിട്ടായിരിക്കും കാണണമെന്നായിരിക്കും. അപ്പോൾ കൂടെ വന്നിരിക്കുന്നത് ആരൊക്കെയാണ്? കൂടെ എൻ്റെ അമ്മയും അതിന് പാവം ഇവരെന്നിട്ട് പറയാണ് ഒന്നും കിട്ടില്ല അത് ഒരേ ഓട്ടോ ഓടിയത്. അയ്യോ അയ്യ അത് വേറെ. എൻ്റെ ദൈവമേ, എവിടെ ഒരു 2 കോല് കിട്ടണോ അവിടെ ഇരുന്ന് കൊട്ടും. ഫുൾ ടൈം ഈ കൊട്ടിക്കൊണ്ട് നടക്കുന്നതാണ് ഇവൻ്റെ മെയിൻ പണി. ആദ്യമൊക്കെ നമ്മൾ ആസ്വദിക്കും. കുറേ നേരം ആകുമ്പോൾ നമ്മൾക്കത് ബോറടിക്കും. ഇവനോട് പറഞ്ഞെന്ന് വെച്ചാൽ അവനക്കത് ഇഷ്ടമാണ്. എന്താ ചെയ്യാൻ പറ്റുക? കണ്ട എവിടെ നിൽക്കണോ അവിടെ കൊട്ടും അവൻ. വെറുതെ എല്ലാവരെയും കൊതിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ശരിക്കും ആ വെള്ളത്തിൻ്റെ തണുപ്പും അതുകൂടാതെ വലിയൊരു ആൽമരം, അതിന് ഫ്രണ്ടിലായിട്ട് കുറേ വയലും. ഏറ്റവും ഈ പാലക്കാടിൽ ഇപ്പം നല്ല വെയിൽ സമയമാണ്. ആ സമയത്ത് അവിടെ ഇരിക്കുമ്പോൾ നല്ല സുഖമുണ്ട്. അതുകൊണ്ട് കൂടാതെ കുറേ ആളുകളായി അമ്പലക്കുളത്തിൽ കുളിക്കാൻ വരുന്നുണ്ടായിരുന്നു. ഭാഗ്യം ചെയ്തവരെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു സ്ഥലവും അത്രയും നല്ല കൂളായിട്ടുള്ളൊരു സ്ഥലം. ക്ഷേത്രം മാത്രമല്ല, ക്ഷേത്രത്തിൻ്റെ പരിസരവും എല്ലാം തനി നാട്ടുമ്പുറം തന്നെയാണ്. ഇപ്പോഴും വലിയ വലിയ പുരോഗമനങ്ങളൊന്നും ആ നാട്ടിൽ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. കുറേ മരങ്ങളും ഒക്കെ ഉള്ള ചെറിയ ചെറിയ വീടുകൾ.
പിന്നെ ഞങ്ങൾ പോകുമ്പോഴാണെങ്കിൽ കുറേ നെല്ല് ഇങ്ങനെ കാറ്റത്തിടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ തിരിച്ച് വരുമ്പോഴേക്കും അവർ ചായ കുടിക്കാനായിട്ട് ഇരുന്നു. അതുകാരണം കൊണ്ട് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാലും അത് കണ്ടത് പറഞ്ഞു എന്ന് മാത്രം. എല്ലാ വീടുകളും ഇത് കണ്ടില്ലേ, ഇതൊക്കെ പണ്ടത്തെ നേരത്തെ എപ്പോഴും ഉണ്ടായിരുന്ന കടകളൊക്കെയാണ്. അത് ഇപ്പോഴും ഒരു വ്യത്യാസമില്ലാതെ അതുപോലെ തന്നെയുണ്ട്. ഇന്ന് നമ്മുടെ ടൗണിലൊന്നും ഇങ്ങനത്തെ കടകളോ വീടുകളോ ഒന്നും ഇല്ല. ഈ ഓല മേഞ്ഞതൊന്നും കാണാനേ കിട്ടില്ല. പഴയകാല സിനിമകളിലെ MGR അറിയാത്ത ആരും ഉണ്ടാവില്ല. വടവന്നൂരുള്ള MGRൻ്റെ വീടും പരിസരവുമാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ വരാൻ പോകുന്നത്.